അപ്പോൾ നമ്മുടെ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തംബ്നെയിലൊക്കെ എല്ലാവരും കണ്ടു കാണല്ലോ. ഇന്നത്തെ നമ്മളുടെ കണ്ടന്റ് എന്താണ്? അലോവേര ജെൽ. നമ്മൾ ഷോപ്പിൽ പോയിട്ട് ഒരുപാട് കെമിക്കൽസും ഫ്രാഗ്രൻസ് ഒക്കെ ഉള്ള ജെല്ല് വാങ്ങാറുണ്ട് പുറത്ത് പോയിട്ട്. അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. വീട്ടിൽ തന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട് വെറും 2 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നാച്ചുറലായിട്ട് ഈ ജെല്ല് വീട്ടിൽ പ്രിപ്പയർ ചെയ്യാൻ പറ്റും. അപ്പോൾ അതെങ്ങനെ നമുക്ക് ഈസി ആയിട്ട് പ്രിപ്പയർ ചെയ്യാം? നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതിന് നമുക്ക് ആദ്യം വേണ്ടത് 3 ഉരുളക്കിഴങ്ങാണ്. ഇതിപ്പോൾ 2 വലിയ സൈസ് ഉള്ളതും പിന്നെ ഒരു മീഡിയം സൈസ് ഉള്ളതുമാണ് എടുത്തിട്ടുള്ളത്. ഈ ഉരുളക്കിഴങ്ങ് നല്ല രീതിയിൽ അരച്ച് ഇതിൽ നിന്ന് നമുക്ക് സ്റ്റാർച്ച് എടുക്കണം. ആ സ്റ്റാർച്ച് എടുക്കുക എന്നുള്ളതാണ് അലോവേര ജെല്ല് ഉണ്ടാക്കുന്നതിലുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. നമ്മൾ എത്ര അളവിലാണോ അലോവേര അതുപോലെ പൊട്ടാറ്റോ ഒക്കെ എടുക്കുന്നത് അതിനനുസരിച്ച് ഉണ്ടായിരിക്കും നമ്മൾ ഉണ്ടാക്കുന്ന ജെല്ലിൻ്റെ അളവും. നമുക്കറിയുന്ന പോലെ വൈറ്റമിൻ സിൻ്റെ ഒരു കലവറയാണ് പൊട്ടാറ്റോ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നാച്ചുറൽ ആയിട്ടുള്ള എൻസൈംസും കുറേ ഉണ്ട്. അതുകൊണ്ട് മുഖത്തിൻ്റെ ഡൾനെസ് കുറയ്ക്കാം. അതുപോലെ മുഖത്തിന് എപ്പോഴും ഒരു ഫ്രഷ് ലുക്കൊക്കെ കിട്ടാൻ ഏറ്റവും നല്ലതാണ് പൊട്ടാറ്റോ എന്ന് പറയുന്നത്. ചിലവർക്ക് നല്ല രീതിയിൽ ഓയിലുള്ള ഫേസ് ആയിരിക്കും. അപ്പോൾ അങ്ങനെ ഓയിൽ കൺട്രോൾ ചെയ്യാൻ നല്ലതാണ്. അതേപോലെ തന്നെ ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഫെയ്ഡായി മങ്ങാൻ ഏറ്റവും നല്ലതാണ് ഉരുളക്കിഴങ്ങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഈ ഒരു അളവിൽ നമുക്ക് പീസാക്കി എടുക്കണം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ജാറിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കണം. ആ അരച്ചെടുത്തതിൽ നിന്നാണ് നമുക്ക് സ്റ്റാർച്ച് കിട്ടുക. ഇപ്പോൾ ഇത്രയും ഉരുളക്കിഴങ്ങ് നമ്മൾ എടുത്തു കഴിഞ്ഞാലും ഇത്ര അളവിൽ സ്റ്റാർച്ചൊന്നും നമുക്ക് കിട്ടില്ല. വളരെ കുറച്ച് സ്റ്റാർച്ചേ കിട്ടും. അതാണ് ഞാൻ തുടക്കത്തിലേ പറഞ്ഞത്, നമ്മൾ ജെല്ല് ഉണ്ടാക്കുമ്പോൾ മിനിമം നമ്മൾ ഈ ഒരു അളവിലെങ്കിലും ഉരുളക്കിഴങ്ങ് എടുക്കണം. എന്നാലേ നമുക്ക് അത്യാവശ്യം ഒരു 1-2 ആഴ്ച ഉപയോഗിക്കാൻ പറ്റിയ രീതിയിൽ ഒരു മീഡിയം സൈസ് അളവിൽ അലോവേര ജെല്ല് കിട്ടും. അപ്പോൾ നല്ല രീതിയിൽ ഒരു ബ്ലെൻഡർ എടുക്കുക. ആ ബ്ലെൻഡറിലോട്ട് ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കുക. തൊലി കളഞ്ഞ് മുറിച്ച് വെച്ചതിന് ശേഷം ഒരുപാട് നേരം പുറത്ത് അങ്ങനെ തുറന്ന് വെക്കാണ്ടിരിക്കുക. കാരണം അതിൻ്റെ കളറ് പെട്ടെന്ന് ഫെയ്ഡാവും. ഒരു ഗ്രേ അല്ലെങ്കിൽ ഒരു ബ്രൗൺ, ഒരു ഇളം ബ്രൗൺ കളറൊക്കെ ആയിട്ട് മാറും. വേറൊന്നുമല്ല, ഓക്സിഡേഷൻ റിയാക്ഷൻ സംഭവിക്കുന്നതാണ്. അപ്പോൾ മുറിച്ച് വെച്ചതിന് ശേഷം പെട്ടെന്ന് തന്നെ ബ്ലെൻഡറിലോട്ട് ഇടുക. അതിനാവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്ക് ഈ ബ്ലെൻഡറിലിട്ട് ഇത് നല്ല രീതിയിൽ തന്നെ ജ്യൂസ് പരുവത്തിലാക്കിയെടുക്കണം. ഈ ഒരു കൺസിസ്റ്റൻസി അല്ലെങ്കിൽ ഈ ഒരു പാകമാണ് നമുക്ക് വേണ്ടത്. ഇടയിൽ ഇങ്ങനെ കട്ട പോലെ ഇങ്ങനെ വീഴുന്നുണ്ടാവും നിങ്ങൾ ഒഴിക്കുമ്പോൾ, പിന്നെ കൂടെ തന്നെ വെള്ളവും ഉണ്ടാവും. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ അരച്ചെടുക്കാൻ നോക്കുക, നല്ല രീതിയിൽ വെള്ളം ചേർത്തിട്ട്. ഈ ഒരു അരപ്പിൽ നിന്നാണ് നമ്മൾ ഇനി സ്റ്റാർച്ച് വേർതിരിച്ചെടുക്കേണ്ടത്. അപ്പോൾ സ്റ്റാർച്ച് ഇതിൽ നിന്ന് എങ്ങനെ വേർതിരിച്ചെടുക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു അരപ്പ് നമ്മൾ നല്ല രീതിയിൽ തന്നെ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അതായത് ഒരു 5 മണിക്കൂർ, അല്ലെങ്കിൽ നിങ്ങൾ ഓവർനൈറ്റ് വെച്ചാലും കുഴപ്പമില്ല. എത്ര ടൈം നിങ്ങൾ വെക്കുകയാണെങ്കിലും അത്രത്തോളം നമുക്ക് നല്ല രീതിയിൽ ആ സ്റ്റാർച്ചൊക്കെ അതിൻ്റെ താഴെ വന്ന് അടിയും. ആ മേൽഭാഗത്തുള്ള ബാക്കി വേസ്റ്റൊക്കെ നമുക്ക് എന്നിട്ട് ഒഴിച്ച് മാറ്റുകയാണ് ചെയ്യുക. അപ്പം ഞാൻ എന്തായാലും ഓവർനൈറ്റ് വെക്കാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു രാത്രി മുഴുവൻ ഇരിക്കട്ടെ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ സ്റ്റാർച്ച് നല്ല രീതിയിൽ താഴ്ത്ത് വന്ന് അടിഞ്ഞിട്ടുണ്ടാവും. മേൽഭാഗത്തുള്ള അഴുക്കൊക്കെ വളരെ ഈസി ആയിട്ട് മാറ്റിയെടുക്കാനും പറ്റും. അപ്പോൾ ഓവർനൈറ്റ് ഞാൻ വെച്ചതിന് ശേഷം നിങ്ങൾ കാണുന്നതാണ് കേട്ടോ അത്. അതിൻ്റെ കളർ ഉണ്ടോ, ഒരു ചളിവെള്ളം പോലെ ഉണ്ടാവും കാണാൻ തന്നെ. പിന്നെ ഒരുപാട് കട്ടകളും എല്ലാ കാര്യങ്ങളും മേലെ ഇങ്ങനെ കുമിഞ്ഞു കൂടി നിൽക്കുന്നുണ്ടാവും. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നമുക്ക് മാറ്റണം. താഴത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും നല്ല തൂവെള്ള കളറിൽ സ്റ്റാർച്ച് ഡെപ്പോസിറ്റ് ആയിട്ടുണ്ടാവും. അപ്പോൾ ആ സ്റ്റാർച്ചിന് തൊട്ട് മേലുള്ള ആ കറുത്ത കളർ അല്ലെങ്കിൽ ഒരു ഗ്രേ കളറിലുള്ള അഴുക്കും ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ ആ ഒരു പാത്രത്തിലോട്ട് മാറ്റുകയാണ്. ഇനി ഇതിൻ്റെ മേലെ കുറച്ചുണ്ട്. അപ്പോൾ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഉണ്ടാക്കിയെടുക്കേണ്ടത് ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള അലോവേര ജെല്ലാണ്. അപ്പോൾ നമുക്ക് ഒന്നും കൂടി ഒരു 2 മണിക്കൂറും കൂടി നമ്മൾ ഇത്തിരി വെള്ളം ഈ ഒരു സ്റ്റാർച്ചിലോട്ട് ഒഴിച്ച് ഇത് മാറ്റി വെക്കണം. മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഒന്നും കൂടിയും സ്റ്റാർച്ച് നല്ല രീതിയിൽ ഡെപ്പോസിറ്റ് ആവും. ബാക്കിയുള്ള അഴുക്കൊക്കെ അതിൽ നിന്ന് പോയിട്ട് ആ സ്റ്റാർച്ച് വേണം നമ്മൾ കറക്റ്റായിട്ടുള്ള അലോവേര ജെൽ ഉണ്ടാക്കാൻ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ 2-3 മണിക്കൂർ നമുക്കൊന്നൊന്ന് മാറ്റി വയ്ക്കാം. മാറ്റി വെച്ചതിന് ശേഷം നിങ്ങൾ കാണുന്നതാണത്. നല്ല തെളി വെള്ളമായിരിക്കും മേലെ. താഴത്തെ ആ സ്റ്റാർച്ചൊക്കെ നല്ല രീതിയിൽ ഡെപ്പോസിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ആ മേൽഭാഗത്തുള്ള വെള്ളം നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് സ്റ്റാർച്ച് മാത്രമാണ് നമുക്ക് അലോവേര ജെല്ല് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വേണ്ടത്. ഈ സ്റ്റാർച്ച് ഇന്ന് നമ്മൾ മാർക്കറ്റിൽ കാണുന്ന പല കുക്കിംഗ് പരമായിട്ടുള്ള കാര്യങ്ങളിൽ ഉപയോഗിച്ച് വരുന്ന ഒന്നാണ്. മെയിനായിട്ട് ഇപ്പോൾ നമ്മൾ ഗ്രേവി, അതുപോലെ സൂപ്പ്, സോസ് ഇങ്ങനത്തെയൊക്കെ വാങ്ങാറുണ്ടല്ലോ.
അപ്പോൾ അതൊക്കെ നല്ല രീതിയിൽ കട്ടി വെക്കാൻ വേണ്ടിയിട്ട് ഈ സ്റ്റാർച്ച് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ, നമുക്കൊന്ന് മാറ്റി വെക്കാം. അടുത്ത ആൾ ഇനി നമ്മളുടെ അലോവേറയാണ്. അപ്പോൾ അലോവേറ നമുക്ക് ജെല്ല് എക്സ്ട്രാക്ട് ചെയ്തെടുക്കണം. ഇപ്പോൾ ഇത് എൻ്റെ വീട്ടിലുള്ള അലോവേറയാണ്. താഴ്ത്തുനിന്നൊക്കെ നല്ല രീതിയിൽ പുതിയ അലോവേറയുടെ തൈകൾ വരുന്നുണ്ട്. ഒരു വീടായി കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഒരു അലോവേറെങ്കിൽ നിങ്ങൾ പിടിപ്പിച്ചെടുക്കണം. ഒന്ന് വെച്ചാൽ മതി, ഇഷ്ടം പോലെ ഉണ്ടാവുകയും ചെയ്യും. നല്ല രീതിയിൽ ഗ്രോത്ത് കാണിക്കും. ഒരുപാട് വെള്ളമോ മെയിൻ്റനൻസോ കെയറോ അങ്ങനെ യാതൊന്നും വേണ്ട. അലോവേറ കൊണ്ട് നമുക്ക് പല ഉപയോഗങ്ങളുണ്ട്. അതിപ്പോൾ എണ്ണ കാച്ചാനായിക്കോട്ടെ, നമ്മളുടെ സ്കിന്നിന്, ഹെയറിന്, ഉള്ളിലേക്ക് ജ്യൂസായിട്ട് കുടിക്കാൻ, അങ്ങനെ ഒരുപാട് ഗുണങ്ങളുള്ള ഒരു പ്ലാന്റാണ് അലോവേറ എന്ന് പറയുന്നത്. ഞാൻ എടുത്ത പൊട്ടാറ്റോൻ്റെ അളവിന് ഒരു 3 ലീഫ് കട്ട് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. ഒരു 3 മീഡിയം തിക്കായിട്ടുള്ള അലോവേറയുടെ ലീഫ് കട്ട് ചെയ്തെടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഈ അലോവേറ എടുക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കാം. കയ്യിന് അതിൻ്റെ ജെല്ല് തട്ടിക്കഴിഞ്ഞാൽ ഇറിറ്റേഷനൊക്കെ വരും എന്നുള്ള ആൾക്കാർ ഒരു ഗ്ലൗസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ട് കട്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും. കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ഈ ഒരു മഞ്ഞ കറ അല്ലെങ്കിൽ ഒരു സാപ്പ് എന്നൊക്കെ പറയുന്നത് ഒട്ടും നല്ലതല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു കറ നല്ല രീതിയിൽ ഇതിൽ നിന്ന് പോകണം. ഈ ഒരു മഞ്ഞ കളറ് പലവരായിട്ട് പല മെത്തേഡുകളിൽ ചെയ്യാറുണ്ട്. ഒന്നെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഒരുപാട് നേരം വെച്ച് കഴിഞ്ഞാൽ ആ മഞ്ഞ കറ പോയിക്കോളും. പിന്നെ നിങ്ങൾ ആ ഭാഗം കഴുകിയെടുത്താൽ മതി. പക്ഷേ എനിക്ക് ഏറ്റവും എഫക്റ്റീവായി തോന്നിയിട്ടുള്ളൊരു മെത്തേഡ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു പാത്രത്തിലോട്ട് നിങ്ങൾ നല്ല തണുത്ത വെള്ളം എടുക്കുക. എന്നിട്ട് അലോവേറയുടെ കട്ട് ചെയ്തെടുത്ത ലീഫ് ഇതേപോലെ ഈ ഒരു സൈസിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്ത കഷ്ണങ്ങൾ മുഴുവൻ നിങ്ങൾ എന്ത് ചെയ്യാം, ഈ ഒരു തണുത്ത വെള്ളത്തിലോട്ട് ഇട്ട് നല്ല രീതിയിൽ വാഷ് ചെയ്തെടുക്കുക. എനിക്കെപ്പോഴും തോന്നിയിട്ടുള്ള നല്ലൊരു മെത്തേഡാണിത്. നല്ല രീതിയിൽ തന്നെ ആ ഒരു മഞ്ഞ കറ കാര്യങ്ങളെല്ലാം പോവും. ഒരു വക ഇറിറ്റേഷൻസും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. കുറച്ച് ടൈം എടുത്തുകൊണ്ട് തന്നെ നമുക്ക് വാഷ് ചെയ്യുന്നതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല. കാരണം ആ ഒരു മഞ്ഞ നീരെന്ന് പറയുന്നത് നല്ല രീതിയിൽ തന്നെ ഇതിന്ന് പോകണം. കാരണം പ്രത്യേകിച്ച് ഈ ജെല്ലെന്നൊക്കെ പറയുന്നത് നമ്മളെ മുഖത്തിടുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഒരു അംശമൊക്കെ തട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള ഇറിറ്റേഷൻസ് ഒക്കെ ഉണ്ടാവും ഈ സെൻസിറ്റീവ് സ്കിന്ന് ഉള്ള ആൾക്കാർക്കൊക്കെ. അതിപ്പോൾ നോർമൽ സ്കിന്നാണെങ്കിലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ വാഷ് ചെയ്ത് കറക്റ്റായിട്ട് ക്യൂബ്സ് കട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് സ്കിന്നൊക്കെ മാറ്റിയെടുത്ത് ഇനി നമുക്ക് ജെല്ല് എക്സ്ട്രാക്ട് ചെയ്തെടുക്കാം. പല ആളുകളും പല രീതിയിലാണ് ഈ ജെല്ല് എടുക്കാറ്. ചില ആളുകൾ ലീഫ് കട്ട് ചെയ്ത് ഉടനെ തന്നെ അതിൻ്റെ ജെല്ല് എടുക്കാറുണ്ട്, ആ മഞ്ഞ കറ ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തിട്ട്. ഞാനെപ്പോഴും ഇങ്ങനെ കട്ട് ചെയ്തിട്ട് അതിന് ശേഷം ആ 4 ഭാഗം ചെത്തിയിട്ടാണ് ആ ജെല്ലെടുക്കാറ്. ഇതാണ് കുറച്ചും കൂടി ഒരു നല്ല മെത്തേഡായിട്ട് എനിക്ക് എപ്പോഴും ഫീൽ ചെയ്യാറുള്ളത്. ഇതിൻ്റെ സ്കിന്ന് കട്ട് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ആ ഒരു പച്ച ഇല കഴിയുന്നതും ഒഴിവാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ നല്ല ഫ്രഷ് ആയിട്ടുള്ള ജെല്ല് എക്സ്ട്രാക്ട് ചെയ്ത് എടുക്കാൻ പറ്റും കേട്ടോ. ഒരു ലീഫിൻ്റെ ഒരു അംശം പോലും പെട്ടിട്ടില്ല. പക്ഷേ ഇനി കുറച്ചൊക്കെ വരികയാണെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷേ കഴിയുന്നതും അത് ഒഴിവാക്കി ജെല്ല് മാത്രമായിട്ട് തന്നെ എടുക്കാൻ ശ്രമിക്കുക. ഈ ഒരു ജെല്ല് തന്നെ പല ആൾക്കാരും സ്ക്രബായിട്ടൊക്കെ യൂസ് ചെയ്യാറുണ്ട്. ചില ആളുകൾ ഈ ജെല്ല് ഫ്രീസറിൽ വെച്ച് നല്ല കട്ടയാക്കി എടുത്തിട്ട് മോയ്സ്ചറൈസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ നമുക്കെന്തായാലും ഈ ഒരു ജെല്ല് ഒരു ജ്യൂസാക്കി ഇനി എടുക്കണം. ഒട്ടും വെള്ളം ചേർക്കണ്ട. ബ്ലെൻഡർ എടുക്കുക, ഈ ജെല്ല് അതിലോട്ട് ഇടുക. ഒരു തുള്ളി വെള്ളം പോലും ചേർക്കണ്ട. കാരണം നമ്മളത് മിക്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ കൺസിസ്റ്റൻസി നിങ്ങൾക്ക് തന്നെ അറിയുന്നുണ്ടാവും, ഒരു ജ്യൂസ് പരുവത്തിൽ തന്നെ ആവും. പിന്നെ ഇതിലോട്ട് നമ്മൾ വെള്ളം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ലൂസാവും. അപ്പോൾ അതിൻ്റെ ആവശ്യം എന്തായാലും ഇല്ല. അപ്പോൾ ഇങ്ങനെ പതഞ്ഞ് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ കണ്ടോ, വെള്ളമൊന്നും ചേർക്കാണ്ട് തന്നെ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ഈ ഒരു പാകത്തിൽ നമുക്ക് അലോവേറയുടെ ജ്യൂസ് കിട്ടും. അപ്പോൾ ഈ ജ്യൂസ് ഇങ്ങനെ കുടിക്കുന്നതും ഏറ്റവും നല്ലതാണ്. അലോവേറ ജ്യൂസിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. പ്രത്യേകിച്ച് സ്കിന്നിൻ്റെ എലാസ്റ്റിസിറ്റി, അതുപോലെ തന്നെ ഇതൊരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. അതായത് വൈറ്റമിൻ സി ഉണ്ട്. ഈ വൈറ്റമിൻ സി നമ്മളുടെ കോശങ്ങൾ, നമ്മളുടെ സെൽസിന് സ്ട്രെങ്ത് കൊടുക്കാനൊക്കെ ഏറ്റവും നല്ലതാണ്. കൂടാണ്ട് ഡൈജഷൻ, ദഹനം നല്ല എളുപ്പത്തിൽ നടക്കും. അപ്പോൾ നമ്മളുടെ ഈ അലോവേറ ജ്യൂസ് നമുക്ക് ആദ്യം ഒരു പാനിലോട്ട് മാറ്റാം. പാനിലോട്ട് മാറ്റിയതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ നല്ല രീതിയിൽ തന്നെ അത് തിളപ്പിച്ചെടുക്കാം. കുറച്ച് കഴിഞ്ഞാൽ ഇതേപോലെ ഒരു പതഞ്ഞ് വരാൻ തുടങ്ങും. അപ്പോൾ നല്ല രീതിയിൽ ഹൈ ഫ്ലെയിമിൽ കൊടുക്കേണ്ട ആവശ്യമില്ല, ഒരു മീഡിയം ഫ്ലെയിമിൽ മാത്രം ചെയ്യാം. അപ്പോഴേ നമുക്ക് ആ ഒരു ജെല്ലിൻ്റെ പാകമൊക്കെ കറക്റ്റായിട്ട് വരും. ഇനി ഏതാണ്ടൊന്ന് ഈ ഒരു പരുവായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റാർച്ച് കുറച്ചായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സ്റ്റാർച്ച് ഒന്നായിട്ട് ചേർക്കേണ്ട ആവശ്യമില്ല.
അപ്പോഴേ നമുക്ക് അത് ഇളക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ജെല്ലിൻ്റെ പരുവ ആവുന്നുണ്ടോ എന്നുള്ള പാകം മനസ്സിലാവും. കൂടാണ്ട് നമ്മൾ ചേർക്കുന്ന സ്റ്റാർച്ച് അലോവേരയുടെ ജ്യൂസുമായിട്ട് നല്ല രീതിയിൽ യോജിപ്പിക്കണം. സ്പൂൺ വെച്ച് നല്ല രീതിയിൽ തന്നെ ഇളക്കണം, അല്ലെങ്കിൽ സ്റ്റാർച്ച് കട്ടയായിട്ട് അതിൽ തന്നെ നിൽക്കും. അപ്പോൾ ചേർത്തതിന് ശേഷം ഈ ഒരു മിശ്രിതം നല്ല രീതിയിൽ തന്നെ യോജിപ്പിച്ചെടുക്കണം. അത് നല്ല രീതിയിൽ തന്നെ ഇളക്കും വേണം. ഇപ്പം തന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും, കണ്ടോ, ആ ഒരു ജെല്ലിൻ്റെ കൺസിസ്റ്റൻസി ആയി വരുന്നുണ്ട്. സ്പൂൺ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കിയാൽ തന്നെ മനസ്സിലാവും ആ ഒരു ജെല്ലിൻ്റെ പാകം ആയി എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് തീ കത്തിച്ചിട്ട് പിന്നെയും നമ്മൾ കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമ്മളൊരു പാത്രത്തിലോട്ട് മാറ്റാം. നമ്മൾ ആ പാത്രത്തിലോട്ട് മാറ്റുമ്പോൾ തന്നെ മനസ്സിലാവും നമുക്ക് ഏത് പരുവത്തിലാണോ അലോവേര ജെല്ല് പ്രതീക്ഷിക്കുന്നത് കറക്റ്റ് ആ ഒരു പാകം ആയിട്ടുണ്ട്. പല ആളുകളും അലോവേര ജെല്ല് വീട്ടിൽ ഉണ്ടാക്കുന്ന സമയത്ത് ഒരുപാട് ഞാൻ കേട്ടിട്ടുണ്ട് ജെല്ലിൻ്റെ ആ ഒരു പാകം കിട്ടുന്നില്ല. അപ്പോൾ കൊടുക്കുന്ന ചേരുവകളുടെ അളവ് എപ്പോഴും ശ്രദ്ധിക്കണം. നമുക്കൊരു ഫൈനൽ ടച്ച് എന്നുള്ള പോലെ ഇതിലോട്ട് ആൽമണ്ട് ഓയിൽ ചേർക്കാം. ആൽമണ്ട് ഓയിലും കൂടി ചേർത്തതിന് ശേഷം നല്ല രീതിയിൽ യോജിപ്പിച്ചെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ അലോവേര ജെല്ല് ഇതാ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഫ്രിഡ്ജിൽ ഒരാഴ്ച മാക്സിമം 2 ആഴ്ച വെച്ചിട്ട് ഉപയോഗിക്കാം. പ്രിസർവേറ്റീവ്സും മറ്റ് കാര്യങ്ങളൊന്നും ഇടാത്തതുകൊണ്ട് തന്നെ നമ്മളുടെ മുഖത്ത് ധൈര്യമായിട്ട് ഉപയോഗിക്കാം. കടയിൽ നിന്ന് മേടിക്കുന്നതാണെങ്കിൽ ഒരുപാട് കെമിക്കൽസും പ്രിസർവേറ്റീവ്സും ഒക്കെ ഇട്ടിട്ട് നമ്മൾ അറിയുപോലുമില്ല എന്താണ് നമ്മളുടെ മുഖത്ത് ഇടുന്നതെന്ന്. അപ്പോൾ ഇത് നമുക്ക് എന്തായാലും ധൈര്യമായിട്ട് ഉപയോഗിക്കാം. ഇത് നിങ്ങൾക്ക് എത്രയാണോ ആവശ്യം അതിനനുസരിച്ചിട്ട് നമുക്ക് അളവ് കൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ബോട്ടിലിൽ എടുത്ത് സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. നമുക്ക് ആവശ്യാനുസരണം എപ്പോൾ വേണമെങ്കിലും എടുത്ത് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ പ്രിപ്പറേഷനൊക്കെ എല്ലാവരും കണ്ടല്ലോ, നല്ല ഈസി ആയിരുന്നല്ലോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ലൊരു അടിപൊളി ജെല്ലാണ്, നമുക്ക് വീട്ടിൽ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. ഇതിലിപ്പോൾ ആൽമണ്ട് ഓയിൽ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. അതിന് പകരം നിങ്ങൾക്ക് ഇവിയോൺ ടാബ്ലറ്റ്, വൈറ്റമിൻ ഇ ടാബ്ലറ്റ്സ് ആഡ് ചെയ്യാം. ഇതൊരു 1-2 ആഴ്ചയൊക്കെ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് വളരെ ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ജെല്ലാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത വീഡിയോയിൽ നമുക്ക് വേറൊരു നല്ല കണ്ടൻറ്റുമായിട്ട് വരാം. അപ്പോൾ അതുവരെയും ടാറ്റ.